ജീവിതം നിൻ കയ്യിലേ, എൻ ജീവിതം നിൻ കയ്യിലേ. മൺപാത്രമായെന്നും മാറ്റിയിടണേ നാഥ, നീയല്ലാതാരുമില്ല. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാഥ, നീയല്ലാതാരുമില്ല. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യന് ജീവൻ നൽകിയത് ദൈവമാണ്. മനുഷ്യനെ പൊടിയിൽ നിന്നും ദൈവം ഉണ്ടാക്കി. അവൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുടെ ദേഹിയായി തീർന്നത്. ദൈവം മനുഷ്യന് നൽകിയ ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവൻ മരിക്കുന്നു. സ്വപ്രസംഗി 11:7 വായിക്കുന്നത്, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചെയ്യും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. ദൈവം ജീവശ്വാസം നൽകി ജീവിപ്പിച്ച ആദാം 930 സംവത്സരം ജീവിച്ചു. ഉൽപ്പത്തി 5:5. മനുഷ്യൻ്റെ ദുഷ്ടത അവൻ്റെ ആയുസ് ചുരുക്കി. മനുഷ്യനിൽ എൻ്റെ ആയുസ്, ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമായിരിക്കും എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. ഉൽപ്പത്തി 6:3. ദാവീദ് മനുഷ്യായുസിൻ്റെ ക്ഷണികതയെക്കുറിച്ച് പറയുന്നത്, ഇത് നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. സങ്കീർത്തനം 39:5. മോശ പാടിയത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. സങ്കീർത്തനം 90:10. ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 75 വർഷം എന്ന് കണക്കാക്കിയിരിക്കുന്നു. അതായത് 27,375 ദിവസം. ഇപ്പോൾ 25 വയസ്സുള്ള ഒരാൾക്ക് 18,250 ദിവസവും 50 വയസ്സുള്ള ഒരാൾക്ക് 9,125 ദിവസവുമാണ് ഇനിയും ശേഷിച്ചിരിക്കുന്നത്. 65 വയസ്സുള്ള ഒരാൾക്ക് ഇനിയും 3,650 ദിവസവും 70 വയസ്സുള്ള ഒരാൾക്ക് 1,825 ദിവസവും കൂടിയേ ഇനിയും ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഇനിയും ശേഷിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മുടെ ഇനിയുള്ള നാളുകളെ, ദിവസങ്ങളെ എണ്ണണം. ദിവസങ്ങൾ എണ്ണിയാൽ നാം വളരെ നിസ്സാരന്മാരാണ് എന്ന് മനസ്സിലാക്കാം. ശേഷിച്ചിരിക്കുന്ന നമ്മളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ അനുഗ്രഹവും ശാപവും വെച്ചിട്ടുണ്ട്. യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹവും, കൽപ്പനകൾ അനുസരിക്കാതെയുള്ള ജീവിതം ശാപവും ഉണ്ടാക്കും. ആവർത്തനം 11:26-28 വാക്യങ്ങൾ. ജീവിതത്തെ എങ്ങനെയാണ് നാം ഓരോരുത്തരും മുൻപോട്ട് നയിക്കുന്നത്? ചിലർ ഈ ചെറിയ ആയുസ്സിൻ്റെ നല്ല പങ്കും പക വീട്ടുന്നതിനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനും പല കാര്യങ്ങളിൽ ഇടപെട്ടും ഒക്കെയാ ജീവിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു നിർദ്ദേശം ഇവിടെ പ്രസക്തമാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നമ്മുടെ ചുറ്റും ഭക്ഷണമില്ലാതെ ധനവാന്റെ പടിപ്പുരയിൽ കിടന്ന അനേക ലാസർമാർ ഉണ്ട്. ഉള്ളതിൽ നിന്ന് ഉള്ളെറിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് നൽകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മനോരമയിലെ ശുഭചിന്തയിൽ നിന്ന് ചില വാചകങ്ങൾ ഉദ്ധരിക്കട്ടെ. പട്ടിണി കൊണ്ട് പൊറുതിമുറ്റിയ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കാണുവാൻ ദയാശീലനായ രാജാവും പത്നിയും ദേശാടനത്തിനിറങ്ങി. ഭിക്ഷ യാചിച്ച് കിട്ടുന്നത് മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. നേരം വൈകിയപ്പോൾ അവർ വനാതിർത്തിയിൽ എത്തി. അന്ന് കിട്ടിയ ഒരു പിടി അരി കൊണ്ട് കഞ്ഞിയുണ്ടാക്കി. അത് കഴിക്കാനിരുന്നപ്പോൾ ഒരു വയോധികൻ ചോദിച്ചു, വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും തരുമോ? രാജാവ് കഞ്ഞിയിൽ പകുതി വയോധികന് നൽകി. ബാക്കിയുള്ളത് കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ നായാട്ടുകാരൻ വന്നു. എനിക്കും എൻ്റെ വേട്ട നായ്ക്കൾക്കും എന്തെങ്കിലും തരണം. കുറച്ച് അവർക്കും നൽകി. അപ്പോഴാണ് യാചകനെത്തിയത്. അയാൾ കൂടി നൽകിയപ്പോൾ കഞ്ഞി തീർന്നു. സ്വന്തം വിശപ്പ് മാറിയില്ലെങ്കിലും മറ്റുള്ളവർ വിശപ്പെടുക്കുന്നത് കണ്ട് രാജാവ് പ്രാർത്ഥിച്ചു,
ജനഹൃദയങ്ങളിൽ വസിച്ച് അവരുടെ ദുഃഖമകറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഈ രാജാവിനെ പോലെ നാം ഓരോരുത്തരും ആയിത്തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന ഓരോ ദിവസവും നന്ദിയോടെയും സ്നേഹത്തോടെയും ജീവിപ്പാൻ നമുക്ക് കഴിയണം. നമ്മിൽ കൂടി ചെയ്യുവാൻ ദൈവത്തിന് അനേക പദ്ധതികൾ ഓരോ ദിവസവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ ദിവസവും മുൻപോട്ട് നയിക്കണം. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സങ്കീർത്തനം 84:11. എല്ലാവരുടെയും ജീവിതത്തിൽ നിശ്ചയമായി സംഭവിക്കുന്ന ഒന്നാണ് മരണം. അതോടുകൂടി ഈ ഭൂമിയിൽ നാം സ്വരൂപിച്ച് വച്ചിരിക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി ഇവിടെ നിന്ന് പോയേ മതിയാകൂ. ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പിന്നെ ആരനുഭവിക്കും? ആർക്കറിയാം? നാം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ നമ്മെയും കുഴിച്ചു മൂടും. പിന്നെ നമ്മെ ആരും ഓർക്കില്ല. ഓർക്കണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് പങ്കുവയ്ക്കണം. അത് ലഭിക്കുന്നവർ നമ്മെ ഓർക്കും. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ചെയ്ത് സമസൃഷ്ടങ്ങളെ സ്നേഹിച്ച് കരുതി നമുക്കുള്ളത് പങ്കുവെച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് പൂർത്തീകരിക്കാം. കർത്താവേ, നിനക്ക് പ്രസാദകരമായവ ചെയ്ത് ഒട്ടം തിരിക്കുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ.